സാർ അകത്തെ കടക്കാരെ കുറിച്ച് ഒരു കംപ്ലൈന്റ് ഉണ്ട്. അത് കാപ്പിയിൽ കഞ്ചാവ് കലക്കുന്നുണ്ടെന്ന്, ഐസ്ക്രീമിൽ മുഴുവനും മയക്കുമരുന്നാണെന്ന്. എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സാർ വീര സാർ എവിടെയുള്ളത്? CMR മോളിൽ. അല്ല നമ്മുടെ അബി എവിടെ പോയി? സാർ സാർ റെഡിയുടെ ആൾക്കാരെ ഒരു കൊച്ചിനെ തട്ടി. അബി അബി എന്റെ കുഞ്ഞ്, അബി! എന്റെ കുഞ്ഞിനെ ഇങ്ങ് തന്നിട്ട് പോടാ. അബി എടാ എന്റെ കുഞ്ഞ് തരാൻ, എന്റെ കുഞ്ഞിനെ ഇങ്ങ് തരാൻ. എടോ നിക്കടോ. കസ്റ്റംസ് ഓഫീസർക്ക് എന്താ 4 കൈയുണ്ട്? കണ്ടെയ്നർ പിടിച്ചു വെച്ചിട്ട് വിടാൻ പറ്റില്ലെന്ന് പറഞ്ഞോ? മര്യാദക്ക് ഈ പേപ്പറിൽ ഒപ്പിട്ട് തന്നോ? ഞാൻ ഒപ്പിട്ട് തരില്ല. കണ്ടു. എന്റെ കുഞ്ഞിനെ വെച്ച് എന്നെ ബ്ലാക്ക്. ഓസ്ട്രേലിയയിൽ നിന്ന് വന്ന കണ്ടെയ്നറാ, അതും റെഡ്ഡിയുടെ കണ്ടെയ്നർ. അത് വിടാൻ പറ്റില്ലെന്നോ? സൈൻ ചെയ്ത് കൊടുത്തേക്ക്. അത് പറയാൻ നിങ്ങൾക്ക് എന്താ അധികാരം? ഏയ് വീരു, ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് പോലീസ്. പോലീസ് ഓഫീസറായിട്ട് ഇരുന്നിട്ട് ഇയാളെ സപ്പോർട്ട് ചെയ്യാ? റെഡ്ഡിയുടെ കണ്ടെയ്നർ തടയാനുള്ള ധൈര്യം വൈശാഖിൽ ആർക്കും ഉണ്ടാവില്ല. മോളെ അബി, അല്ല എന്താ ഇവിടെ നടക്കുന്നേ? ആ കണ്ടെയ്നറിൽ എന്താണെന്ന് അറിയാതെ ഞാൻ ഒപ്പിട്ട് തരില്ല സാർ. നീ അത് ഒപ്പിട്ട് തരില്ലല്ലേ? നീ ഒപ്പിട്ട് തന്നില്ലെങ്കിൽ കഴുത്തിൽ പിടിച്ചിരിക്കുന്ന കൈ ഒരു അരച്ചാൻ താഴോട്ട് ഇറക്കി പിടിക്കട്ടെ. സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ? ഒരു പെണ്ണിന്റെ ദേഹത്ത് കൈവെക്കുന്ന തെറ്റാണെന്ന് അറിയില്ലടാ നിനക്ക്. അമ്മ, ചേട്ടത്തി, ഭാര്യ, മകള് ഇവരല്ലാതെ ബാക്കി എല്ലാ പെണ്ണുങ്ങളോടും മോശമായിട്ട് പെരുമാറാമെന്നാണോടാ? നിങ്ങൾ വിൽക്കോ പോവാൻ വിടരുതവനെ. പോലീസിന്റെ ദേഹത്ത് കൈവയ്ക്കുന്നോടാ അത്രയും ധൈര്യം നിനക്ക്? ഇപ്പൊ ഈ 4 കണ്ടെയ്നർ വിട്ടുകൊടുത്താ പിന്നീട് 400 കണ്ടെയ്നർ പിടിക്കാൻ പറ്റും. ലെറ്റ്സ് വെയിറ്റ് ഫോർ ദ റൈറ്റ് മൊമെന്റ്. കണ്ടെയ്നർ എല്ലാം വിട്ടുകൊടുത്തിരിക്കുന്നു. സിഗ്നേച്ചർ എല്ലാം അവൻ നേരിട്ടാ വാങ്ങിയത്. വണ്ടിയെട്. DC-യോട് വരാൻ പറ. അവന്മാരുടെ ഗാങ് ഭയങ്കര സ്ട്രോങ് ആണ് സർ. അവിടെ കയറി നമുക്ക് ഒരു കളി നടക്കില്ല സർ. റെഡ്ഡി സാറിനെ കാണാൻ വന്നിട്ടുണ്ട്. വരാൻ പറ. സാറാണ് അങ്ങോട്ട് പോയി കണ്ടത്. മനസ്സിലായില്ല സർ. റെഡ്ഡി ഇതുവരെ പോലീസ് സ്റ്റേഷനിൽ കാലെടുത്ത് കുത്തിയിട്ടില്ല സർ. സാധാരണ അയാളെ അങ്ങോട്ട് പോയാൽ കാണാറ്. എനിക്ക് വരാൻ പറ്റില്ലെന്ന് പറ. DC വരാൻ പറ്റില്ലെന്നാ പറഞ്ഞത്. വണ്ടിയെട്. ഹലോ റെഡ്ഡി സാർ, ഞാൻ DC ദൊരസിംഹം. പറയ. ഒറ്റവാക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. ഞാൻ നിങ്ങളുടെ ആളാണെന്ന് ആരും അറിയാൻ പാടില്ല. അതാ നിങ്ങളെ പുറത്തു വെച്ച് കാണാമെന്ന് വിചാരിച്ചു. മനസ്സിലായി. ഒരു ദിവസം എന്റെ വീട്ടിലേക്ക് വാ. തീർച്ചയായിട്ടും. നമ്മൾ രണ്ടുപേരും കണ്ടുമുട്ടുന്ന ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ദിവസമായിരിക്കും. മനസ്സിലായില്ല. നിങ്ങളുടെ പിറന്നാളായിരിക്കാം, നിങ്ങളുടെ വിവാഹ ദിവസമായിരിക്കാം. സ്റ്റേഷനകത്ത് ഒരുത്തനും കാണുന്നില്ലല്ലോ. എന്തോടാ കഴിച്ചോണ്ടിരിക്കുന്നത്? ചുടലുമുട്ടായി. എടാ അത് കടലമുട്ടായി അല്ലടാ. അത് ഇത് കടലമുട്ടായി. ഇതിന്റെ അനിയൻ ചുടലമുട്ടായിയാ.
രാവിലെ അവളെ കളിയാക്കുന്നോടാ, ഏ? രാവിലെ സിലിണ്ടറിന്റെ trouser ഇട്ടവരെ വന്നിട്ട് സിവിൽ ഓഫീസറെ കളിയാക്കുന്നോടാ. അവന്റെ ഒരു തമാശ. എന്താ സാർ ഏ? പ്രശ്നം? കടലമുട്ടായിക്ക് അവൻ ചുടലമുട്ടായി എന്ന് പറയുക. എന്നെ കളിയാക്കിയതാ, അതുകൊണ്ടാ 4 എണ്ണം കൊടുത്തത്. ഇന്ന് ഈ വിമല ഓറഞ്ച് സാർ കഴിച്ചു. താങ്ക് യു. എടോ, ഇത് കമല ഓറഞ്ച് അല്ലേ? ഇതാണ് കമല ഓറഞ്ച്, അത് ഇതിന്റെ അനിയത്തി വിമല ഓറഞ്ച്. അപ്പൊ ഇത് അതിന്റെ അമ്മ അമല ഓറഞ്ചോ, ഇത് അതിന്റെ അമ്മൂമ്മ പമേല ഓറഞ്ചോ? അതെ മോനെ, അറിയില്ല നിനക്ക്? എനിക്ക് സാർ ഈ കളിക്കുന്നേ? ഓരോ പേര് കിട്ടും. എന്നെ വേണമെങ്കിൽ ഇറങ്ങിയിരിക്കും അല്ലേ? സർ, ഇതാണ് ഫോറൻസിക് റിപ്പോർട്ട്. ബാലിസ്റ്റിക് ഇൻവെസ്റ്റിഗേഷനിൽ കമ്മീഷണറുടെ ബോഡിയിലുണ്ടായിരുന്ന ബുള്ളറ്റ് ഒരു നാടൻ തോക്കിൽ നിന്നും വന്നതാണ്. അത് മാത്രമല്ല, വളരെ ഷോർട്ട് ഡിസ്റ്റൻസിൽ നിന്നാണ് സർ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ലോക്കലി മെയ്ഡ് വെപ്പൺസ് ഇവിടെ വെക്കുന്ന ആരാ? ജാഗ്രപ്പെട്ട രവിയാണ് ഇതെല്ലാം ഡീൽ ചെയ്യുന്നത്. വിൽ മീറ്റ് സൂൺ. ഷുവർ. താങ്ക് യു സർ. താങ്ക് യു. സാർ, വിദ്യ വരുന്നുണ്ട്. സാറിനോട് പ്രേമമാണോ എന്നൊരു സംശയം. സർ 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 ഞാൻ നിങ്ങളെ കാണാൻ വന്നാ സർ. എന്തത് പബ്ലിക് പ്ലേസിൽ അടുത്ത് വന്നിരിക്കുന്നത്? അപ്പോ പ്രൈവറ്റ് പ്ലേസിൽ അടുത്ത് വന്നിരുന്നോട്ടെ സർ. അടിപൊളി. എഴുന്നേക്ക്. സർ, എഴുന്നേക്കാൻ. എനിക്കൊന്ന് തനിച്ച് സംസാരിക്കണം സർ. എന്താണെങ്കിലും ഇവിടെ വെച്ച് പറ. ഞാൻ നിങ്ങളെ ലവ് ചെയ്യുന്നില്ല സർ. അയ്യോ, എന്താ മോളെ അങ്ങനെ പറയുന്നേ? സാറിനെ പ്രേമിക്കും പോലെ പുറകെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി. മിണ്ടായിരിക്കും. Yes, sir. ഇവിടുന്ന് പോകാൻ നോക്ക്. എങ്ങോട്ടാ സാർ? റെസ്റ്റ് റൂം എവിടെ നിന്ന് നോക്കിയിട്ട് വരാൻ. യെസ് സർ, ഇപ്പൊ നോക്കിട്ട് വരാം. അമ്മേ. സർ, ഞാൻ നിങ്ങളോട് സത്യം പറയാം സർ. ഇതെന്റെ പ്രിലിമിനറി പാസ് സർട്ടിഫിക്കറ്റ്, ഇതെന്റെ മെയിൻ ഹാൾ ടിക്കറ്റ് ആൻഡ് ഇതെന്റെ ID കാർഡ്. സർ, ഞാൻ IPS എഴുതാൻ പോവാ സർ. സാറിനെ ഫോളോ ചെയ്താ എന്തെങ്കിലും പഠിക്കാലോ എന്ന് വിചാരിച്ചിട്ട് പിന്നാലെ കൂടിയതാ. ആ അക്കൗണ്ട് ഒന്ന് സെറ്റിൽ ചെയ്തേക്കെ. Okay, ma'am. അപ്പൊ ഓട്ടോഗ്രാഫ് വാങ്ങിച്ച അന്ന് തന്നെ ഐഡന്റി കാർഡ് കാണിക്കണ്ടായിരുന്നോ? അപ്പൊ തന്നെ സമ്മതിക്കും നിങ്ങളുടെ സാറ്. റെയിൽവേ സ്റ്റേഷനിലേക്ക് പെണ്ണുങ്ങളെ വരാൻ പാടില്ല, റേഡിയോ സ്റ്റേഷനിലേക്ക് അമ്മമാരെ വരാൻ പാടില്ല, ഫയർ സ്റ്റേഷനിലേക്ക് മുത്തശ്ശിമാരെ വരാൻ പാടില്ല എന്ന് റൂൾസ് ഇല്ലേ നിങ്ങളുടെ സാറ്? ഹലോ, എനിക്ക് നിങ്ങൾ അത്യാവശ്യമായിട്ട് കാണണം. ഞാനിവിടെ അടുത്ത് തന്നെയുണ്ട്. ഇവിടെ എന്താ? ഞങ്ങളുടെ കമ്പനിയുടെ ഗസ്റ്റ് റൂം നമ്പർ 406 ആ. എക്സ്ക്യൂസ് മീ, ഇവിടെ ഈ റെസ്റ്റ് റൂം എവിടെയാണ്? ഉദർലേക്ക്. താങ്ക് യു. എന്താടാ റെസ്റ്റ് റൂം എവിടാന്ന് ചോദിച്ചപ്പോ കക്കൂസ് ചൂണ്ടി കാണിക്കുന്നത്? ലിഫ്റ്റ് റൂം, ഗസ്റ്റ് റൂം, പവർ റൂം, ബാത്റൂം വരെ അവിടെ ഉണ്ട്. പക്ഷെ ഈ റെസ്റ്റ് റൂം എവിടെയാ ഉള്ളത്? PANTRY, പാൻട്രി റൂം. പാൻട്രികൾക്ക് വരെ ഇവിടെ റൂമുണ്ട്. അന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ചെക്ക് ലീഫ് കാണാതെ പോയെന്ന് ഞാൻ നുണ പറഞ്ഞതാ. അറിയാം. എനിക്ക് നിങ്ങളൊന്ന് കാണണമെന്ന് തോന്നി. വരാൻ എന്തെങ്കിലും കാരണം വേണമല്ലോ. ഒരു ചെക്കനൊരു പെണ്ണിനെ കാണണമെങ്കിൽ തക്കതായ കാരണം വേണമെന്ന് നിങ്ങളല്ലേ പറഞ്ഞേ? 406. ശരി. ഏയ്, നിനക്ക് ഇവിടെ എന്താ പണി? അതിരിക്കട്ടെ, നീ എന്തിനാ ഇവിടെ ചുറ്റിക്കറങ്ങുന്നേ? റെസ്റ്റ് റൂം പോയിട്ട് വന്നതോ? എന്താ പറഞ്ഞേ? റെസ്റ്റ് റൂമോ? ആ പണ്ടാര റെസ്റ്റ് റൂം അന്വേഷിച്ചാ ഞാൻ ഓരോ ഫ്ലോറും തെണ്ടി തിരിഞ്ഞ് നടക്കുന്നേ. വാ, നീ റെസ്റ്റ് എടുത്ത റൂം ഒന്ന് കാണിച്ചതാ. എനിക്ക് ആ റെസ്റ്റ് റൂം ഒന്ന് കാണണം. ഞങ്ങളുടെ സാറും അവിടെ തന്നെയാ റെസ്റ്റ് എടുക്കാൻ പോകുന്നത്. നിനക്ക് റെസ്റ്റ് റൂം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? എന്താ? ടോയ്ലറ്റ്. ടോയ്ലറ്റോ? യെസ്. യു മീൻ ഗഗൂസ്? സാർ, ഞാൻ സാറിനെ അന്വേഷിച്ച് ഞാൻ ഇറങ്ങാം.